ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടിലെ കർഷകരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2019, 2020 കാലഘട്ടങ്ങളിലാണ്, 2021 ആണെന്ന് തോന്നുന്നു, ഈ കർഷക സമരമൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ അതിഭീകരമായിട്ടുള്ള കർഷകരെ പഞ്ഞിക്കിടുന്നു. കർഷകർ വരുമ്പോൾ മറ്റേ വഴി ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ കർഷകന്റെ വിണ്ട് കീറിയ കാലൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണമൊക്കെ നടന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം കർഷക ബില്ല് നരേന്ദ്രമോദി പിൻവലിച്ചു. ഒരു ആവശ്യമില്ലാതെയാണ് പിൻവലിച്ചത്. അതിനുശേഷം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് കർഷക ബില്ല് പിൻവലിച്ചത് എന്ന് പല ആൾക്കാരും പറഞ്ഞിരുന്നു. ഈ കർഷക സമരം വന്നു. കർഷക സമരം വന്നപ്പോൾ ഈ കർഷകൻ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ ഈ മണ്ടി കാരന്മാരെ എല്ലാം അടിച്ചിറക്കി. അറിയാലോ, നമ്മുടെ ഈ റെഡ് ഫോർട്ടിലൊക്കെ കയറി ഖാലിസ്ഥാൻ പതാകയൊക്കെ ഉയർത്തിയല്ലോ. കർഷകൻ എന്ന് വരുന്നവന്റെ കയ്യിൽ കൊടുവാളും മറ്റേ പീരങ്കിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ സർക്കാർ അടിച്ചൊതുക്കി. കർഷക സമരം പാടെ പൊളിഞ്ഞുപോയി. അതിനുശേഷം ഈ കർഷക സമരം എന്ന് പറയാൻ അതിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. ജനങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെയും കാലം കുറെ കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഞാൻ കണ്ണിൻ ഞെരടി എണീച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി വന്നെന്ന് പറയുന്നത് ഞാൻ കർഷക ബില്ല് പിൻവലിക്കുകയാണെന്ന്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, എന്തിനാണ് ഇത്ര പെട്ടെന്ന് കർഷക ബില്ല് അത് പിന്നീട് വ്യാഖ്യാനം വന്നത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ചിലപ്പോൾ കിട്ടിയേക്കാം, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഉത്തർപ്രദേശിലൊക്കെ വൻ വിജയം പിന്നീട് കിട്ടി. ഇപ്പോൾ ഇതാ അതിനുശേഷം കർഷകരുടെ ഗതി എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മണ്ടി ആൾക്കാരുടെ കൊള്ള അതിഭീകരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പല കർഷകരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നരേന്ദ്രമോദി കർഷക ബില്ല് പിൻവലിച്ചെങ്കിലും ഈ കർഷക ബില്ലിന്റെ എലമെന്റ്സ് എല്ലാം മോദി ഈ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടി കരിഞ്ഞു പോകും. പക്ഷെ ആ വെള്ളം നമ്മളൊരു സ്പ്രേയറിനകത്താക്കി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നൈസായിട്ട് ആ ചെടികളുടെ വേരിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യും, ചെടി തഴച്ചു വളരുകയും ചെയ്യും. അതുപോലെ ഇതിന്റെ എലമെന്റ്സ് എല്ലാം ചേർത്ത് നൈസായിട്ട് ഇവർക്കിടയിൽ സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കർഷകരുടെ വരുമാനം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 7 ഇരട്ടിയായി മാറി എന്നുള്ളതാണ് ഈ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2016 സാമ്പത്തിക വർഷം മുതൽ 23 സാമ്പത്തിക വർഷം വരെയുള്ള 7 സാമ്പത്തിക വർഷങ്ങളിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയിലധികമായി എന്ന് നീതി ആയോഗ് ഉള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2025 ഒക്ടോബർ 10 ഡെറാഡൂണിൽ നടന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രസംഗത്തിൽ നീതി ആയോഗ് അംഗം രമേശ് ചന്ദ് ഈ അവകാശവാദം അത് ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലായി ആ അവകാശവാദം ഇപ്പോൾ പുറത്തു വരികയാണ്. കർഷകരുടെ ആ ഒരു ഇപ്പൊ ട്രംപ് താരിഫൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് മോദി മാജിക്? ഈ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയ മോദി മാജിക് എന്നാണ് എന്റെ ചോദ്യം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ധനുഷ്, ഇപ്പൊ ഈ ഖാലിസ്ഥാൻകാര് മറ്റേ പതാക ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു നിമിഷം അതിനെ കുറിച്ച് ചിന്തിച്ചു പോയി. അപ്പൊ ആ പതാക ഉയർത്തിയ വ്യക്തിയുടെ ഒരു പതാക ഉയർത്തിയ ആളുടെ ഒരു ദീപു എന്നായിരുന്നു. ദീപു ഒരു മരിച്ചതല്ല, അജ്ഞാതനാൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതെ, ഒരു പോപ്പ് ഗായകൻ, പഞ്ചാബി റാപ്പ് ഗായനാണ്. അതിപ്പോ ഞാൻ ഓർത്തു പോയത്. ഇത് ശരിക്കും പറഞ്ഞാല് 7 വർഷത്തെയാണ് ഇപ്പോൾ ഈ നീതി ആയോഗ് പറഞ്ഞതെങ്കിലും 10 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 126% വർദ്ധിച്ചിരിക്കുന്നത്. 126. 7 വർഷത്തെ 108% നമ്മുടെ ഇന്ത്യൻ കാർഷിക വിപണി ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് കണക്ക് സഹിതം. അതിനെക്കുറിച്ച് കണക്ക് സഹിതമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ നരേന്ദ്രമോദി ആരുടെ മുമ്പിൽ കൂസാതെ തലകുനിക്കാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ വരുമാനം തന്നെയാണ്. നമ്മുടെ GDPക്ക് വലിയ സംഭാവന ചെയ്യുന്ന നമ്മുടെ കാർഷിക മേഖലയുടെ വരുമാനം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പത്തായം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പത്തായത്തിൽ അത്യാവശ്യം കഴിക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകതരം ധൈര്യം ഉണ്ടാകും. കാരണം ആരുടെ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കാൻ കഴിയും. കാരണം ഉണ്ണാനുള്ളതുണ്ടല്ലോ, ഉറങ്ങാനുള്ളതുമുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കും. അത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇനി അതിന്റെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാർഷിക മേഖല കന്നുകാലി മേഖലയിൽ നിന്നാണ് നമുക്ക് വലിയൊരു വരുമാനം കിട്ടിയിരിക്കുന്നത്. അത് രണ്ടായിട്ട് തിരിക്കണം. കന്നുകാലികളുടെ ഈ മാംസം, അതുകൂടെ ഒന്ന് വിശദീകരിച്ചു പോയി. ഈ മാംസം ഇവിടെ പലപ്പോഴായിട്ട് നമ്മുടെ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മാംസ വ്യാപാരം വലിയ രീതിയിൽ മാംസ വ്യാപാരമുണ്ട് ഇന്ത്യയിൽ. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മാംസ വ്യാപാരം ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ്. അപ്പൊ മാംസ വ്യാപാരം ചെയ്യുന്നതൊക്കെ സംഘികളാണ്, BJPയുടെ MPമാരാണ് എന്ന് പറയാറുണ്ട്. ബീഫാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അവിടെയാണ് സത്യത്തില് ശരിയാണ്. BJPയുടെ ചില MPമാരും നേതാക്കന്മാർക്കും തന്നെയാണ്
ഈ കന്നുകാലി കച്ചവടം ഉള്ളത്. അത് ബീഫ് കച്ചവടം തന്നെയാണ് ഉള്ളത്. ഇനി ഞാനത് വിശദീകരിച്ചില്ല, അതോടെ വിശദീകരിച്ചിട്ട് നമുക്ക് പോകാം എന്തായാലും. അപ്പൊ ഇങ്ങനൊരു സാധ്യത പിന്നെ കിട്ടത്തില്ല. അപ്പം ഈ ബീഫ് എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്നവന് മുതുകാളയാണെങ്കിൽ നോർത്ത് ഇന്ത്യ കാളയല്ല, അത് പോത്ത് തന്നെയാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങി UP അടക്കം ഉള്ളിടത്ത് ഇറങ്ങി നമ്മൾ ഈ കന്നുകാലി കർഷകർ വീട്ടിൽ ചെല്ലാമെങ്കിൽ ഒരു പോത്തെങ്കിലും ഇല്ലാത്ത ഒരു കർഷകനും അവിടെ ഇല്ല. ചിലപ്പോൾ 3-4 എരുമ കാണും. എരുമയുടെ കൂട്ടത്തിൽ അവർ 1-2 പോത്തിനെ കൂടെ വളർത്താറുണ്ട്. കാരണം പോത്തിന് നല്ല, അത് കേരളത്തിലും നല്ല പൈസ, 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ ഒരു പോത്തിനുണ്ട്. അപ്പൊ പോത്ത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ കർണാടകത്തിലൊക്കെ പോത്ത് കർഷകരാണ് കൂടുതലുള്ളത്. കാരണം വലിയ ഇൻകമാണ് പോത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ പോത്തുകളുടെ തന്നെ വലിയ ഫാമുകളുണ്ട്. 1000-2000 പോത്തുകളെ വളർത്തുന്ന വലിയ ഫാമുകൾ തന്നെ നമുക്ക് UPയില്, മധ്യപ്രദേശില്, രാജസ്ഥാനിലൊക്കെ കാണാൻ കഴിയും. അതല്ലാതെ ഈ ബീഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണെന്ന് അറിയാവോ? ഇവിടെ ഈ പോത്തിനെ മേടിക്കാൻ പറ്റില്ല. കാരണം പോത്തിന്റെ ഇറച്ചിക്ക് വില കൂടുതലാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് ഇറച്ചി വേണം, കുറഞ്ഞ റേറ്റിന് ഇറച്ചി വേണം. അതിപ്പോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒരു രോഗം വന്ന് ചാകാനിരുന്ന കാളയുടെ ആയാലും കാളയുടെ ഇറച്ചിക്കകത്ത് പട്ടിയിറച്ചി എടുത്താലും ഇവർക്ക് ബീഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെയാണ് കഴിക്കുന്നത്. ഞാനിത് ചില മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അവര് നല്ല പോത്തിറച്ചി തന്നെയാണ് കഴിക്കുന്നത്, അവർ കാളയിറച്ചി കഴിക്കാറില്ല. കാരണം അവർക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട് പോത്തിറച്ചി മേടിക്കാൻ. എനിക്ക് തോന്നുന്നു പോത്തിറച്ചി കാളയിറച്ചിയേക്കാൾ 50 രൂപ 60 രൂപയുടെ കൂടുതലാണ്. അത് മാത്രവുമല്ല, പോത്തിറച്ചി വിൽക്കുന്ന അധികം സ്റ്റാളുകളില്ല. ഈ തൂക്കിയിട്ട് വിൽക്കുന്നവന്മാർ പോത്തെന്ന് പറഞ്ഞ് വിൽക്കുന്നത് പോത്തല്ല. പോത്തും കാളയുടെ ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ ഇറച്ചി വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അതിന്റെ കളർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ പോത്ത് വാങ്ങാൻ നിവൃത്തിയില്ലാതെ തമിഴ്നാട്ടിലെ വണ്ടിക്കാള ചാകാൻ നേരത്ത് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലയാളിക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ കാള മാത്രമേ ഉള്ളൂ. ബൊഫല്ലോ അത് കാളയും പശുവേ ഉള്ളൂ. ബൊഫല്ലോയാണ് അവർ വിതരണം കയറ്റി അയക്കുന്നതും. UPയിൽ നമ്മൾ എവിടെ ചെന്നാലും, ലക്നൗ അടക്കമുള്ള നഗരത്തിൽ ചെന്നാൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ നമ്മൾ ഈ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് കിട്ടും. അവിടെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ കാളയിറച്ചി അല്ല എന്നുള്ള കാര്യം ആദ്യം ആലോചിക്കണം. പോത്താണ് അവിടെ കിട്ടും. ലക്നൗ എന്ന് ഞാൻ പറയാൻ കാരണം ലക്നൌവിലാണല്ലോ ഈ പറയുന്ന, വാരണാസിയിലുണ്ടല്ലോ പോത്തിറച്ചി കിട്ടും, അതിന്റെ സൂപ്പ് കിട്ടും, എല്ലാം കിട്ടും. അപ്പം ഇതാണ്. അപ്പൊ അതാണ് ആ ഒരു വരുമാനം കൂടി ഈ കാർഷിക മേഖലയിൽ വരും. 2 രീതിയിലാണല്ലോ കന്നുകാലികളെ വളർത്തുന്നത്. പാലിന്, പാൽ ഉൽപ്പന്നങ്ങൾക്ക്, ഒപ്പം തന്നെ അതിന്റെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ളവയ്ക്ക്, മറ്റൊന്നും മാംസം. ഇതെല്ലാം കൂടെ ചേർന്നാണ് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കർഷകർക്ക് ഇത്, നരേന്ദ്രമോദി കയറിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം കർഷകരെയാണ് നമ്മൾ ഉന്നതിയിലോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. 80% കർഷകരാണ്. ആ കർഷകരെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നാലേ നമുക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ 80% ഇന്ത്യൻ കർഷകരിൽ 80% ഉള്ളത് താഴെത്തട്ടിലുള്ള കർഷകരാണ്. അതായത് 1/2 സെന്റ് ഭൂമി മുതൽ 5 ഏക്കർ ഭൂമി വരെയുള്ള കർഷകരും, ഒരു പശു മുതൽ ഇല്ലെങ്കിൽ ഒരു എരുമ മുതൽ അത് 5000 എരുമ വരെയുള്ള കർഷകരും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒരു കാലത്തൊക്കെ ഈ പശുവിനെയും എരുമയൊക്കെ വളർത്തി തന്നെ ജീവിച്ചിരുന്നവരാണ് ഒരു വലിയ വിഭാഗം. ഇന്നിപ്പോ നമുക്ക് സ്ഥല സൗകര്യങ്ങളില്ല, മെനക്കെടാനുള്ള മനസ്സുമില്ല. അത് തന്നെയാണ് കാരണം. ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം 28 പദ്ധതികളാണ് ഈ കർഷകർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിയത്. ഇതിന്റെയൊക്കെ ഫലമാണ് ഈ വരുമാനം വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമന്ത്രിയുടെ എടുത്തു പറയേണ്ട ഒരു സ്കീമാണ് പ്രധാനമന്ത്രി അന്നദാത അഭിയാൻ സംരക്ഷണ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. രണ്ടാമത്തെ കാര്യം ഈ 6000 രൂപ പെൻഷൻ. അത് നമ്മുടെ നാട്ടിലും കേരളത്തിലുമൊക്കെ ഒരുപാട് പേര് ആ പെൻഷൻ മേടിക്കുന്നുണ്ട്. കേരളത്തിൽ ആ പെൻഷൻ മേടിക്കുന്ന കർഷകരോടൊക്കെ എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ പൈസ മേടിക്കുന്നു, നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ആ പൈസ മേടിക്കുന്നവരൊക്കെ തന്നെ ഒരു പച്ചമുളകെങ്കിലും നിങ്ങളുടെ മുറ്റത്ത് നടണം. കാരണം ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേര് ഒരു കൃഷിയും ചെയ്യാതാണ് ഈ 6000 മേടിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു പച്ചമുളക്, കാരണം ഈ കാന്താരി മുളകിന് എന്താ വില എന്നറിയാവോ? 1 കിലോയ്ക്ക് എല്ലാ വീട്ടിലും ഓരോ മൂട് കാന്താരി മുളക് വെക്കുക. കാരണം കാന്താരി മുളക് വെക്കാൻ വലിയ പ്രിപ്പറേഷന്റെ ആവശ്യമില്ല, വലിയ വളത്തിന്റെ ആവശ്യമില്ല, കൃഷി വിദഗ്ധർ വരികയും വേണ്ട. രാവിലെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കാന്താരിക്ക് കുഴപ്പമൊന്നും വരില്ല. സ്വന്തം വീട്ടിലെ ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും. കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അത് കുറച്ച് റേറ്റിന് കിട്ടും. കാന്താരിക്കൊക്കെ നല്ല വിലയാണ് 1 കിലോയ്ക്ക്. കൊളസ്ട്രോളിനും ഒക്കെ ഇത് നല്ലതാണെന്ന് പറയും. അതുകൊണ്ട് കേരളത്തിലെ കർഷകർ, ഇത് ഈ പെൻഷൻ മേടിക്കുന്നത്, ഇത് 6000 രൂപ വർഷം മേടിക്കുന്ന കർഷകർ കുറഞ്ഞ പക്ഷം ഒരു കാന്താരി ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്. ഏതായാലും അത് ഒരു വലിയ രീതിയിൽ പ്രയോജനമുണ്ട്. ഈ 6000 രൂപ വെച്ച് കൊടുക്കുന്നത് മറ്റിടങ്ങളിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ധനുഷ്യൻ അറിയാവോ?
മറ്റിടങ്ങളിലെ ചെറു കർഷകരെ സംബന്ധിച്ച് വളം വാങ്ങാനും മറ്റുമൊക്കെ പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പൈസ ഈ മോദി സർക്കാരിന്റെ ഈ 2000 എങ്കിൽ 2000 വരുന്നത്. ഈ ചെറിയ കർഷകരുണ്ടല്ലോ, ചെറിയ കർഷകരെ സംബന്ധിച്ച് 1000 രൂപ 1500 രൂപ വളം മേടിച്ച് ഇടുന്നതിനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കൈവായ്പ എന്ന് നമ്മൾ പറയത്തില്ല, കൈവായ്പ ജസ്റ്റ് ഒന്ന് മറിക്കാനൊക്കെ ആയിട്ട് അതിന് ഈ തുക അവർ പ്രയോജനപ്പെടുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല, ഒരു പണിയും ചെയ്യാതെ കൃഷി എന്താന്ന് പോലും അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ഈ പണം വാങ്ങുന്നത്. അതിന്റെ ഒരു അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നു കഴിയുമ്പോൾ അത് കുറയുമായിരിക്കും. ഏതായാലും 2023-24 പാൽ ഉൽപാദന രംഗത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന് കിട്ടിയത് 12.21 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം. 2023-24 12.21 ലക്ഷം കോടി രൂപ. ഇവിടെയാണ് ട്രംപിന്റെ പാല് വിൽക്കാൻ ശ്രമിക്കുന്നത്. നടക്കുവോ? നടക്കില്ല. കാരണം 239.3 മില്യൺ പാലാണ് 2023-24 ഉൽപ്പാദിപ്പിച്ചത്. പാലെന്ന് പറയുമ്പോൾ പാല് മാത്രമല്ല കച്ചവടം, പാലിൽ നിന്ന് അനവധി പ്രൊഡക്റ്റുകളുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളുണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് വരുന്നുണ്ട്, പിന്നെ അത് ഒരുപാട് ഐറ്റം പാലിൽ നിന്ന് എന്തൊക്കെ വരും എന്നുള്ളത് അറിയാമല്ലോ. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പറയുന്നത് 12.21 ലക്ഷം കോടി രൂപ. ഇനി കാർഷിക മേഖലയിലേക്ക് വന്നാൽ 7.82 ലക്ഷം കോടി രൂപയാണ് കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നത്. ഇതിനകത്ത് മത്സ്യകൃഷി ഉൾപ്പെടെയുള്ളതുണ്ട് കേട്ടോ. ഈ സമുദ്ര മേഖല കൂടെ ചേർത്തിട്ടാണ് ആ ഒരു എമൗണ്ട് നമ്മൾ പറയുന്നത്. ഇനി 2011-12 ശ്രീമാൻ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ മൊത്തം കാർഷിക വരുമാനം എത്രയെന്നറിയണോ? 15 ലക്ഷം കോടി രൂപ. 15,02,000 കോടി രൂപയായിരുന്നു 2011-12. അത് അന്നാണല്ലോ മൻമോഹൻ സിംഗ് ആണല്ലോ ഭരിച്ചത്. ഇനി നരേന്ദ്രമോദി കയറിയതിനു ശേഷം 2023-24 ആയപ്പോഴേക്കും എത്രയുണ്ടെന്ന് അറിയാവോ? നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ കാർഷിക വരുമാനം 29,49,000 ലക്ഷം കോടി രൂപ. അതായത് 30 ലക്ഷം കോടി രൂപ ആണ്. അതായത് ഡബിൾ ആയി ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് 10 വർഷം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 15 ലക്ഷം കോടി ഉണ്ടായിരുന്നത് ഇപ്പൊ നേരെ ഡബിൾ. 10 വർഷം കൊണ്ടാണ് ഡബിൾ ആയത് ധനുഷ്. മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ 60 വർഷം കൊണ്ടാണ് 15 ലക്ഷം കോടി രൂപയായതെങ്കിൽ ഇവിടത് കേവലം 10 വർഷം കൊണ്ട് അത് 29.49 ലക്ഷം കോടി രൂപയായി. ഏതാണ്ട് കുറച്ചുകൂടെ ഒരു 50 ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ 30 ലക്ഷം കോടി രൂപയാവും. നമ്മുടെ GDP യിൽ വലിയ സംഭാവന നൽകുന്ന ഒന്നായിട്ടാണ് ഇത് മാറുന്നത്. അങ്ങനെ കാർഷിക മേഖല നമ്മളെ സംബന്ധിച്ച് ത്തിന് വേണ്ടി, ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി പട്ടിണി കടന്ന് പണ്ട് ഗോതമ്പിനും മറ്റും യാചിച്ച് അമേരിക്കയുടെ മുമ്പിൽ പോയി ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യത്തിൽ നിന്ന് ഇന്ന് അത് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ പാലുൽപ്പന്നങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. പാൽ വിപണനം ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. മുമ്പൊക്കെ നമുക്ക് ക്യൂബയിൽ മാത്രമാണ് അതിന് കാണാൻ കഴിഞ്ഞത്. ക്യൂബയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ സ്റ്റാമ്പിലും നോട്ടിലും പോലും പശുവിന്റെ പടമടിച്ചിറക്കിക്കൊണ്ടാണ് ക്യൂബ സർക്കാർ അതിന് പ്രോത്സാഹനം കൊടുത്തത്. ഇവിടെ നമ്മളുടെ ജനം ഈ സർക്കാരിന്റെ സഹായം ഉപയോഗിച്ച് സ്വയം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വലിയ കാർഷിക മേഖലയാണ്. ആ പശുക്കളെ സംരക്ഷിക്കുന്നവരെ വർഗീയവാദികൾ എന്ന് പറയുന്നു. ആ പശുവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിനാണ് കന്നുകാലി കടത്തെന്ന് പറയുന്നത്. അല്ലാതെ ബീഫ് വാങ്ങിക്കൊണ്ടു പോകുന്നവനെ അല്ല തല്ലിക്കൊല്ലുന്നത്. ഇവര് പൊന്നുപോലെ വളർത്തുന്ന ആ വീടിന്റെ ഇംഗമായ പശുവിനെ തട്ടിക്കൊണ്ടു പോകും കൊല്ലാൻ വേണ്ടിയിട്ട്. തട്ടിക്കൊണ്ട് പോകുക ഇവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഇറച്ചി വെക്കാനായിട്ട്. ശരിയാണ്, അവര് നോക്കുമ്പോൾ ബീഫ് വാങ്ങിക്കൊണ്ട് പോവുകയാണല്ലോ. ബീഫാണല്ലോ ഈ കന്നുകാലി, ജീവനുള്ള കന്നുകാലി. അതിനെ വാങ്ങിക്കൊണ്ട് പോകും. ബീഫ് വാങ്ങിക്കൊണ്ട് പോകുന്നതിനെ തല്ലിക്കൊന്നു എന്ന് പറയുമ്പോൾ അതല്ല കാര്യം. ഇവരുടെ ഉപജീവന മാർഗമായ കന്നുകാലികളെ പിടിക്കുമ്പോൾ ജനക്കൂട്ടം അവിടെ വരികയും തല്ലിക്കൊല്ലുകയും ചെയ്യും. പിന്നെ പൊതുവായിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് ബജരംഗ് ദൾ. അവരെ വെറുതെ അങ്ങ് വിളിക്കും ബജരംഗ് ദൾ. നാളെ ഇപ്പൊ ഇവിടെ ആള് പശുവിനെ കല്ലെറിയുകയാണെങ്കിൽ ഞാൻ അതുവഴി പോയിട്ട് വയ്ക്കുന്നു, എന്തിനാടാ നീ കല്ലെറിഞ്ഞത്? നാളത്തെ പത്രത്തിൽ വരുന്ന ബജരംഗ് ദൾ തടഞ്ഞു. ഞാൻ ബജരംഗുകാരനല്ല, എനിക്ക് ബജരംഗുമായിട്ട് ബന്ധവുമില്ല. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ ഓരോ പേര് നമ്മൾ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പൊതുവെ സംഘി എന്തെങ്കിലും പറഞ്ഞ സംഘി, ഇച്ചിരി കട്ടിക്ക് പറഞ്ഞ ബജരംഗ് ദള്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇറക്കുക. നമ്മളിപ്പോ ആരായാലും ചോദ്യം ചെയ്യുമല്ലോ. ഒരു പശുവിനെ ആക്രമിക്കുന്ന കണ്ടാൽ നമ്മൾ ചോദിക്കുമല്ലോ, എന്തിനാടാ മിണ്ടാ പ്രാണിയെ നീ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം പത്രത്തിൽ നാളെ വരുന്ന അങ്ങനല്ല. പശുവിനടുത്തുകൂടി പോയ ഒരാൾ അയാളെ ബജരംഗ് ദൾ ആക്രമിച്ചു. ഇതാണ് വാർത്ത. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കാവി ഷാളായാലും കൊടിയായാലും ഒന്നും RSSകാർ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 10-25,000-ലധികം സംഘടനയുണ്ട്. വിവിധ സംഘടന, RSSന്റെ ഒന്നും അല്ലത്. കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഹിന്ദു സേന, ഹിന്ദു സമാജം, മുരുകസേന, അങ്ങനെയൊക്കെ അനവധി ഇതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരും എല്ലാം കാവ്യ ഉപയോഗിക്കുന്നു. പിന്നെ കോമൺ ആയിട്ടൊരു പേര് ബജരംഗ്. എനിക്കൊന്ന് ബജരംഗുകാരെ തന്നെ ഞെട്ടിയിട്ടുണ്ടാകും. കാരണം ഈ ലോകത്ത് എന്ത് നടന്നാലും ബജരംഗാണ്. കാനഡ നടന്നാലും അവിടെയും ബജരംഗാണ്.
കാനഡയിൽ ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ കാനഡയിലെ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു ധനുഷ് മുമ്പ് ഈ ഖാലിസ്ഥാൻകാര് അവിടെ ഇതൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പൊ പത്രത്തിൽ വന്ന ഹെഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷേധവുമായി ബജരംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും. ബജരംഗള് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംഘടനയാണ് ബജരംഗൾ. ഈ ബജരംഗളിനെ എന്തിനാ അവിടെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഇവർക്കൊരു പഞ്ച് കിട്ടണം ഈ വാർത്തയ്ക്ക്. ബജരംഗ് ദൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പഞ്ചാണ്. അതല്ല ചില സിനിമയില് ചിലരൊക്കെ ബജരംഗ് ബല്ലി എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ബജരംഗ് ബല്ലി ഹനുമാനാണ് എന്ന് യൂസ് ചെയ്ത് എനിക്ക് നമ്മുടെ പൃഥ്വിരാജിന്റെ ഇപ്പൊ പുതിയ വിവാദമായ ഒരു ചിത്രത്തിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചു. ഞാൻ ആ സിനിമ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ബജരംഗ് ബല്ലിന്നോ അങ്ങനെ എന്തോ ഒരു വാക്കായിരുന്നു, അത് പിന്നെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്നൊക്കെ. ഏതായാലും ഇന്ത്യൻ കാർഷിക മേഖല തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ 2 ഇരട്ടിക്കേറെയായി വളർന്നു. അത് തന്നെ ഈ രാജ്യത്തിന്റെ വലിയ കരുത്ത്. ഇതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കാർഷിക വിപണി ട്രംപിന് പൂർണ്ണമായി തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നാം ഈ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത് കർഷകന്റെ അധ്വാനത്തിന്റെ കൂടി ഫലമാണ്. നമ്മൾ ഈ വാർത്ത എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റൊരാളും ഈ വാർത്ത ചെയ്യാനുള്ള സാധ്യതകളില്ല. കാരണം ഇത്തരം നല്ല വാർത്തകളല്ല ജനങ്ങൾക്ക് കേരളത്തിൽ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കണക്ക് സഹിതം നമ്മളത് പറയാനുള്ള കാരണം ഇതാണ്. എല്ലാ പ്രേക്ഷകരും അറിയണം, കാർഷിക മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ കുതിപ്പ്. അല്ലാതെ പണ്ട് കാലത്ത് നമ്മൾ സ്ഥിരം കേട്ടിരുന്നത് കർഷകന്റെ ആത്മഹത്യയായിരുന്നു. മഹാരാഷ്ട്ര കർഷകൻ ആത്മഹത്യ ചെയ്തു, അവിടെ കർഷകൻ ആത്മഹത്യ ചെയ്തു. പക്ഷെ കേരളത്തിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു ഇപ്പൊ 3 പേര്. എന്തിനാണെന്നറിയാം? ഈ തെങ്ങിന്റെ ഒക്കെ താങ്ങുവില ഉയർത്തിയിട്ട് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഞാൻ കുട്ടനാടുകാരനാ, ആലപ്പുഴക്കാരനാ. നെല്ല് കർഷകന്റെ നെല്ല് കിടന്ന് അത് പൂത്ത് കിളുത്താൽ പോലും പൈസ കിട്ടുന്നില്ല. അങ്ങനെ 3 പേര് ഇവിടെ മരിച്ചു, വേറെ എങ്ങും മരിച്ചില്ല. ഇവിടെ ആ വാർത്ത ആരെങ്കിലും കേട്ട? ഈ 3 കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് അത് വാർത്തയല്ല. പകരം UP-യിലോ മഹാരാഷ്ട്രയിലോ ഏതെങ്കിലും കർഷകൻ അറ്റാക്ക് വന്നു മരിച്ചാൽ പോലും പറയും അവിടെ കർഷകൻ ആത്മഹത്യ ചെയ്തു. ഇന്ന് ഇന്ത്യ കാർഷിക ആത്മഹത്യകളില്ല. എന്തുകൊണ്ട്? അതായത് കർഷകർ ആത്മഹത്യ ചെയ്തിരുന്ന നാട്ടിൽ നിന്ന് മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ രാജ്യം. അവിടെ നിന്ന് അത് കയറ്റുമതി ചെയ്യാനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനും അവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകാനും 28 പദ്ധതികളോടെ മുമ്പോട്ട് നടക്കാൻ കഴിഞ്ഞു. ഇനിയും പദ്ധതികൾ വരുന്നുണ്ട്. ഈ 6000 എന്നുള്ളത് വീണ്ടും തുക കൂടും എന്നാണ് ഞാൻ അറിയുന്നത്. 9000 രൂപയിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു സ്കൂട്ടനിങ് ഉണ്ടാകും, അനർഹരെയൊക്കെ ഒഴിവാക്കും എന്നാണ് അറിയുന്നത്. അനർഹ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഒരുപക്ഷെ കേരളമാകാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇവിടത്തെ ഉള്ള ഈ ഫ്ളാറ്റിന്റെ മുകളിലും ഒക്കെ താമസിക്കുന്നവരും ഒക്കെ വാങ്ങുന്നവരുണ്ട്. എവിടെ കൊണ്ടിട്ടാണ് കൃഷി, എന്ത് കൃഷിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യരുത്. നമ്മൾ മനസാക്ഷി ഉപയോഗിച്ചിട്ട് അത് വേണ്ട, അത് പാവപ്പെട്ട ഏതെങ്കിലും കർഷകന് കൊടുക്കൂ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം. അത് നമുക്ക് ഉണ്ടാകുമെന്നും അറിയില്ല, പൈസയല്ലേ. ഇതൊക്കെയാണ്. ഏതായാലും ഈ ഒരു വലിയ വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ മലയാളം മുക്കിയ അല്ലെങ്കിൽ കേരളം മുക്കിയ ഒരു വലിയ വാർത്ത അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമ ധർമ്മം എന്ന നിലയിലും രാഷ്ട്രം ആണ് എല്ലാമെന്നും രാഷ്ട്രമാണ് ആദ്യമെന്നും ഒരു മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നൽകുന്നത്. രാഷ്ട്രീയം രണ്ടാമതാണ്, അത് ആരും ആയിക്കോട്ടെ. രാഷ്ട്രീയം നമ്മളുമായിട്ട് ബന്ധങ്ങളില്ല, രാഷ്ട്രവും നമ്മളുമായി മാത്രമേ ബന്ധമുള്ളൂ.